പിന്നെ ഇപ്പൊ പറയും ഇബ്രാഹിം മകനാണ്. രണ്ടും ഒരു ബൈത്തിന് അർത്ഥം വെക്കല്ലേ? ഇതൊക്കെ കൂടി കേട്ടാൽ സങ്കല്പിക്കുക, വലിയൊരു മഹാപണ്ഡിതൻ പേരോടിന്റെ ഒരു ഉസ്താദ് എന്ന് വിചാരിക്കുക. ഇത് കേട്ടപ്പോഴും എന്നാൽ അതൊന്ന് പഠിക്കണമല്ലോ പ്രശ്നോനെ. അങ്ങനെ ശറാബുൽ വസീലിന്റെ ഒരു കോപ്പി കിട്ടി, പഠിച്ചു, കിറാമിൽ വന്ന് ബൈഅത്ത് ചെയ്തു. ഇതല്ലേ സംഭവിക്കുന്ന ദുനിയാവിൽ. അതുകൊണ്ട് ആദ്യം ഇതൊക്കെ പഠിക്കാനുള്ള അവസരം കക്കാടിന് മനസ്സിലായിട്ടുണ്ടാവില്ല. കക്കാട് ഈ ഷെയ്ഖിന്റെ മുഖത്തുനിന്ന് പഠിച്ചതാ. അപ്പൊ ഞാൻ പറയുന്നു, മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഏപ്രിൽ 4 വഫാത്തായി, 10 ദിവസം കഴിഞ്ഞിട്ടാണ് എന്ന് ഈ കിതാബിലുണ്ട്, പേരോട് ഉയർത്തിപ്പിടിച്ച കിതാബിലുണ്ട്. മുഖ്താറിന്റെ നാവിലൂടെ വരുന്നത് ഇതാണ് വറാസത്തിന്റെ തെളിവ്. ആ വറാസത്തുള്ള ഒരാളാണെങ്കിൽ പിന്നെ ഒരു വേഷത്തിന്റെ പേരിൽ, ഒരു ടൈയിന്റെ പേരിലൊന്നും അദ്ദേഹം കള്ളനാണെന്ന് പറയാൻ ഒരു മുസ്ലിമിന് പാടില്ല. പ്രത്യേകിച്ച് ഫതഹിന്റെ മുമ്പ് ഏത് വേഷവും ഏത് വസ്ത്രവും ഏത് ജോലിയും അങ്ങനെ തന്നെ തുടരലാണ് എന്ന് ഇമാം അബ്ദുൽ അസീസ് ബിൻ ദബ്ബാഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. തബ്ബാലായ ആള്, തബ്ബാൽ ചെണ്ടമുട്ടുകാരനായി ഇങ്ങനെ നടക്കുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഫതഹ് ലഭിച്ചു, വിലായത്തിന്റെ മഖാമിലെത്തി. അദ്ദേഹം അദ്ദേഹത്തിന്റെ തൊഴിലും അവസ്ഥയും മാറ്റിയില്ല. ഇബ്രീസിലും മറ്റും ഇങ്ങനെ നിരവധി സാധാരണക്കാരുടെ കഥ തന്നെ വിലായത്തിന്റെ ഉന്നത മഖാമിലേക്ക് എത്തിയത് പറയുന്നുണ്ട്. മറ്റൊരാളുടെ കഥ, അൽ ജസ്സാർ, ഇറച്ചി വിൽപ്പനക്കാരനായിരുന്നു, ഇറച്ചി വെട്ടുകാരൻ ജസ്സാർ. ഫതഹ് കിട്ടി, വിലായത്തിലേക്ക് അല്ലാഹു തആല അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. അദ്ദേഹം പിന്നീട് അങ്ങനെ തന്നെ മരണം വരെ തുടർന്നു എന്ന് പറയുന്നുണ്ട്. കൊട്ടമടയുന്ന ആളായിരുന്നു സയ്യിദ് അലി ഇബ്നുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു. കൊട്ടമടഞ്ഞിട്ട് തന്നെ ജീവിച്ചു, ഹാല് മാറിയില്ല, ഇന്തിഖാല് ചെയ്തില്ല. ഇത് ഔലിയാന്റെ സ്വഭാവമാണ്. അബ്ദുൽ അസീസ് ദബ്ബാഗ് തോല് ഊറക്കിടുന്ന ആളാണ്, ആ പണിയിൽ തന്നെ ജീവിച്ചു. അതൊന്നും മഖാമിന് ശേഷം വേഷവും ജോലിയും കാറും വീടും ഒന്നും മാറൂല. അള്ളാഹുവിന്റെ മഹവായ ഇസ്തിഫാ കൊണ്ട് ഇത്തരം ആളുകളെ അള്ളാഹു തആല തെരഞ്ഞെടുക്കും. അത് ഇലക്ഷനാന്ന് വെച്ച് കളിയാക്കുക. ഇതെന്നാ ചരിത്രത്തിൽ ഷെയ്ഖ് മുഖ്താറിന്റെ കാര്യത്തിലല്ലല്ലോ, ഞാൻ ഈ പറഞ്ഞവരുടെയൊക്കെ കാര്യത്തിലില്ലേ? ഉമ്മിയായ, അക്ഷരം എഴുതാനും വായിക്കാനും ശ്രമിക്കാത്ത, പഠിക്കാത്ത ആളുകൾ കുത്തുബിന്റെ മഖാമിൽ എത്തിയതായിട്ട് സയ്യിദ് അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു പറയുന്നില്ലേ? എത്ര പറയുന്നുണ്ട്. എന്റെ ഷെയ്ഖ്, എന്നെ മഖാമാത്തിലേക്ക് ഉയർത്തിയ ഷെയ്ഖ് എഴുത്തും വായനയും അറിയാത്ത ആളായിരുന്നു സയ്യിദ് അലി ഇബ്നുൽ ഖവ്വാസ്. വകാന ഉമ്മിയ്യൻ ലാ യക്തുബു വലാ യഖറഉ. ഷാറാനി ഇമാം പറഞ്ഞിട്ടില്ലേ? പിന്നെ മുജ്തഹിദ് മുത്ലഖ് ആവണം എന്ന് പ്രസംഗിക്കുമ്പോ ഇവരെന്താ കരുതുന്നത്? ഈ തരീഖത്ത് എന്ന വ്യവസ്ഥിതി ലോകത്ത് നിന്ന് ഉച്ചാടനം ചെയ്യിപ്പിക്കാനുള്ള ശ്രമാണോ? നടക്കാൻ പോകുന്നതല്ല. ഹക്കിന്റെ അഹ്ലുകാരെന്നും ഹക്കിന്റെ അഹ്ലുകാരുടെ അടുത്ത് എത്തിപ്പെടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇബ്രാഹിമിനെ ആദ്യം ഇബ്രാഹിം നബി നടത്താൻ വെച്ചു, ഇപ്പൊ ഇബ്രാഹിം മകനായി. ഈ ഇബ്രാഹിം എന്ന സുഡാനുള്ള മകൻ അയാൾ മരിച്ചുപോയി, അതൊന്നും ഇവർക്കറിയില്ല. 2 മക്കളുണ്ട് എന്നാ പറയുന്നത്, ഒന്ന് മുഹമ്മദും ഒന്ന് ഇബ്രാഹിമും. അങ്ങനെയല്ല, അതുപോലും പഠിച്ചിട്ടില്ല. സുഡാനിലുള്ള ആയിരക്കണക്കിന് മുരീദന്മാരുണ്ട്. മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരൊറ്റ കുട്ടിയും എല്ലാവരും പറയുന്നു, മുഖ്താർ എന്ന് പറയുന്ന ഈ മിസ്റിലുള്ള എഞ്ചിനീയറായ മുരീദ്, അദ്ദേഹത്തിന്റെ നാവിലൂടെയാണ് ഈ തൽഖീൻ, ഈ ഖസീദ മുഴുവൻ വന്നത്. ഇത് സുഡാനിൽ അച്ചടിക്കുന്നുണ്ട്, കൈറോയിൽ അച്ചടിക്കുന്നുണ്ട്, നമ്മൾ കൊണ്ടിറക്കുന്നുണ്ട്. ഇത് ചെല്ലുന്നുണ്ട് കക്കാട് അഭിമാനത്തോടുകൂടി. ഇന്നും ലോകത്തെ ഏതൊരു ആലിമിന്റെ മുമ്പിലും പ്രദർശിപ്പിക്കാം. ഇതിന് ഭാഷാ തെറ്റുണ്ടോ, നെഹ്വി തെറ്റുണ്ടോ, അറൂബ് കാഫിയ തെറ്റുണ്ടോ? പക്ഷെ തെറ്റുണ്ട്. മുസ്ലിം നാമധാരിയായ ഒരു അബ്ദുള്ള ഖുർആന്റെ തെറ്റ് കണ്ടുപിടിച്ച് പുസ്തകം എഴുതിക്കണം. അതുപോലെ നടക്കണ്ട, മര്യാദക്ക് പഠിക്കി. ഈ കിതാബ് ഇപ്പോഴും കിട്ടുമല്ലോ. നോക്ക്, ലോകത്ത് എവിടെയുള്ളത്? അൽ മുഅ്ജമുൽ മുഫാരിസ് لألفاظ شراب الوصل للإمام فخر الدين الشيخ محمد عثمان عبد البرهاني رضي الله عنه. ഷെയ്ഖിന്റെ കിതാബ് ഈ ഷറാബുൽ വസ്ലിന് പദങ്ങളായിട്ടുള്ള ഇൻഡെക്സ് ആണ്. ഖുർആൻ ഷരീഫിന് പദങ്ങൾ കണ്ടെത്താനുള്ള ഇൻഡെക്സ് ഉണ്ട്. മറ്റേതെങ്കിലും ഒരു കിതാബിന് പദങ്ങളെ കണ്ടെത്താനുള്ള ഇൻഡെക്സ് ഉള്ളതായിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇനി എവിടെയോ ഉണ്ടെങ്കിൽ പേരോടിന് കൊണ്ടുവരാം. അപ്പോൾ ഷറാബുൽ വസ്ലിന്റെ ഖീമത്ത്, വൈജ്ഞാനിക രംഗത്തുള്ള, മാരിഫത്തിന്റെ രംഗത്തുള്ള, തസൗഫിന്റെ രംഗത്തുള്ള പ്രാധാന്യം, അതുകൊണ്ടാണ് അവരുടെ ശിഷ്യന്മാർ ഈ ഇൻഡെക്സ് വരെ ഉണ്ടാക്കി ഇതിന് ഖിദ്മത്ത് ചെയ്യുന്നത്. അത്രയും വലിയ സാധനമാണ്. അപ്പൊ ഈ ഷറാബുൽ വസ്ല് ചൊല്ലിയത് മാത്രം മതി ഷെയ്ഖ് മുഖ്താറിന്റെ വറാസത്ത് തെളിയിക്കാൻ. എന്നിട്ട് വറാസത്ത് മകനെയാണ്. അവിടെയുള്ള ആളുകൾ മക്കാമ് ഖുർത്തൂമിലാണ്. മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കാമ് കൊണ്ടെടുക്കുന്നുണ്ട്. ആ മക്കാമിന്റെ പരിചാരകരും അതിന്റെ ആളുകളൊക്കെ അവരാണ്. എന്നാൽ സിറിന്റെ വറാസത്ത് ആർക്കാ? അത് ഇതിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ.
റുഹാനിയ്യത്ത് എന്ന പേരിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് സൈറ്റ് ഉണ്ട്. അവരിൽ എന്തെങ്കിലും വീഴ്ചകളോ പാളിച്ചകളോ ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറല്ല. വറാഹത്ത് കിട്ടിയത് ഷെയ്ഖ് മുഖ്താറിനാണ് എന്ന്. ഈ ബൈത്ത് ഖസീദ മുഖ്താറാണ് ചൊല്ലിയത്, ഇത് മുത്തവാത്തറാണ്. ആരെടുത്ത് പോയിട്ടും കാര്യമില്ല, ഇത് മുഖ്താർ ചൊല്ലിയതാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതിന്റെ തെളിവ് എന്നാ വേണ്ട ഒറിജിനൽ തരീക്കത്ത് സുഡാനുണ്ടെന്നൊക്കെ സിറാജിൽ എഴുതിയിരുന്നു. ആ ഒറിജിനൽ സ്വീകരിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കാൻ പറ്റുമോ? അതിന് നിങ്ങൾ തയ്യാറുണ്ടോ? മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അതും തയ്യാറല്ലല്ലോ. അതുകൊണ്ട് മകൻ അല്ല, ഇബ്രാഹിമിന്റെ അർത്ഥം എന്താണ് എന്ന് കക്കാട് വെച്ചിട്ടുണ്ട്. അത് ഇബ്രാഹിം എന്ന് പല സ്ഥലത്ത് ഈ പറയുന്നുണ്ട്, ഒന്നും രണ്ടും 10 സ്ഥലത്തല്ല. അത് ഇബ്രാഹിം എന്നത് റംസാൻ, അത് ഞാൻ പറയാ. അപ്പൊ ആദ്യം നബിന് അർത്ഥം വെച്ചു, ഇപ്പൊ മകൻ ഇബ്രാഹിമായി. കേട്ടോ, എനിക്ക് ഞാൻ ക്ഷമിക്കുന്നു, ഞാൻ നന്ദിയുള്ളവനാണ്, വലിയ മുസീബത്ത് ഉണ്ടാവുമ്പോൾ തന്നെ അല്ലേ ക്ഷമിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ മൗലയായ അള്ളാഹുവിലേക്ക് പോയി. ഞാൻ ദുനിയാവിൽ എപ്പോഴും ഹിദായത്തിന്റെ വെളിച്ചം, അതിന്റെ രശ്മികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇനി എന്റെ ബാക്കി ഇനി ആരാണ്? ഇനി അതിന്റെ പ്രതിനിധി ആരാണ്? അദ്ദേഹം പറയുന്നത് കേട്ടോളി. വാതൈതു ഇബ്രാഹീമ മിൻ ഖബ്ലു റുസ്ദഹു ഫഹുവ ഇലാഹല്ലദീ വഅദിയതി. എന്റെ മകൻ ഇബ്രാഹിം അദ്ദേഹത്തിന് മുമ്പ് തന്നെ ഞാൻ കൊടുത്തു വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം എന്റെ പൊറുതിയും എന്റെ കഷ്ടവും എന്റെ ഭാഗവും ആണ്. എന്നിട്ട് പറയുന്നത് എല്ലാ കുത്തുബുകളും ഞാൻ എന്റെ മകന് ഇത് കൊടുത്ത് ഈ ഇജാബത്ത് ചെയ്യുന്ന സമയത്ത് എല്ലാ കുത്തുബുകളും അതെ 5 കൊല്ലം കിതാബ് കൊണ്ട് നടന്നിട്ട് സ്റ്റേജിൽ നിന്ന് ചെല്ലുന്നതിന് മുമ്പ് അതിന്റെ അർത്ഥം പഠിച്ചിട്ടില്ല. എന്നിട്ട് സ്റ്റേജിലുള്ളവരോട് ചോദിക്കുക, 9.5 കൊല്ലം ജയിലിൽ കിടന്ന മഅദനി തരീഖത്ത് സ്വീകരിച്ച് കിറാമിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ വലിയ പേരുകളും മറ്റുമൊക്കെ ചിലപ്പോൾ സംശയം ഉണ്ടാകുമ്പോൾ എന്നോട് ചോദിക്കൂ, അതിനെ കളിയാക്കിയിട്ട് എത്ര മോശപ്പെടുത്തിയിട്ടുണ്ട് പേരോടെ നിങ്ങൾ. ആ നിങ്ങൾ ഇപ്പൊ സ്റ്റേജിൽ നിന്ന് ചോദിക്കല്ലേ തവാക്കബത്തിന്റെ അർത്ഥം? എന്റെ മകനെ ഇത് കൊടുത്ത് ഈ ഇജാബത്ത് ചെയ്യുന്ന സമയത്ത് എല്ലാ കുത്തുബുകളും സംഘം ചേർന്ന് വന്ന് നിന്നു. എല്ലാവരും വന്നിട്ട് സംഘം ചേർന്ന് നിന്ന് എല്ലാ കുത്തുബുകളും ഇയാളെ മകനെ ഇങ്ങനെ സ്ഥാനത്തെത്തിക്കുന്നു. മാത്രമല്ല തസാഹമത്തിൽ അംലാഖു തഖ്ദുമു റൗളതി, എന്റെ റൗള, അദ്ദേഹം റൗള എന്നു ഉദ്ദേശിച്ച് ഏത് തോട്ടാണെന്നറിയാം, എന്റെ തോട്ടത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് റൗള ശരീഫ് എന്ന് പറയുമ്പോൾ റൗള ഉണ്ടോന്ന് എനിക്കറിയില്ല. ആ എന്റെ റൗള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഖബർ എന്നാണോ അതും അറിയില്ല. റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറയാറുണ്ടല്ലോ. അപ്പോ റൗളക്ക് സേവനം ചെയ്യാൻ വേണ്ടി മലക്കുകൾ ഇങ്ങനെ തിക്കുകൂട്ടിയിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഈ ഇബ്രാഹിമിനെ എന്താണ് അങ്ങനെ മൂപ്പര് ഖലീഫയായിട്ട് തെരഞ്ഞെടുക്കാൻ, മുഖ്താറിനെ എന്തേ തെരഞ്ഞെടുക്കാത്തത്? കക്കാടിന്റെ ആളുകൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും. അതിന് മൂപ്പര് മറുപടി പറയുന്നത്, ഓരോരുത്തർക്കും ഏത് സ്ഥാനം എത്ര കൊടുക്കണോന്നൊക്കെ അതൊക്കെ ശരിക്കും എനിക്കറിയാം. അത് മനസ്സിലാക്കാൻ കഴിയാതെ എന്റെ സ്ഥാനം തുടങ്ങിയത് എവിടുന്നാന്ന് തിരിയാത്ത ആളുകൾ പഴിച്ചുപോയതാണ്. അപ്പൊ കൊടുക്കേണ്ടത് ആർക്കാണ് എന്ന് ശരിക്കും എനിക്കറിയാന്ന് അയാൾ പറയും. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ നിധിയാണ് എന്റെ ഇൽമ്. അപ്പൊ ഈ നിധി ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ മകന് തന്നെയാണ് കൊടുത്തത്. അദ്ദേഹം തന്നെയാണ് അതിന് അർഹൻ. ഇനി മുഖ്താർ ഒന്നും അതിന് അർഹനാണെന്ന് പറഞ്ഞ് നടക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്ന വാചകങ്ങൾ വ്യക്തമായി വാതൈതു ഇബ്രാഹീമ മിൻ ഖബ്ലു റുസ്ദഹു, ഇബ്രാഹീമിന് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്റെ മകൻ ഇബ്രാഹിം. വാതൈതു ഇബ്രാഹീമ മിൻ ഖബ്ലു റുസ്ദഹു, ഇബ്രാഹീമിന് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്റെ മകൻ ഇബ്രാഹിം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമായിട്ട് ഈ കക്കാട് പൈസ പ്രചരിപ്പിക്കുന്ന ഈ ശറാബുൽ വസൂലി എന്ന പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ മുഖ്താർ എവിടുന്ന് വന്നു ഇയാളെ മുരീദായിട്ട്? അതെ, ഇബ്രാഹിം നബിക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന്
ഷറാബുൽ വസ്ലിന് 2 വർഷം മുമ്പ് വടകരയിൽ നിന്ന് പേരോട് അർത്ഥം വെച്ചത് ഒന്നുകൂടി കേൾക്കണം. ഇപ്പോഴും ഇബ്രാഹിം എന്നത് സുഡാനിലെ മകനായി തീർന്നിരിക്കുന്നു. ഇബ്രാഹിം നബിക്ക് കൊടുത്തു എന്നാണ് പേരോട് അർത്ഥം വെച്ചത്. അതൊന്നുകൂടി കേൾക്കുക. എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു, ഇബ്രാഹിം നബിക്ക് സന്മാർഗം കൊടുത്തത് ഞാനാണ്, ഇബ്രാഹിം നബിക്ക് സന്മാർഗം കൊടുത്തത്